ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം യാഷിൻ, അതുപോലെ തന്നെ രൺവീർ സിംഗിൻ്റെ മൂവിനെ കുറിച്ചിട്ടാണ്. ടോക്സിക്കും ദുരന്തവും ക്ലാഷായിട്ട് റിലീസ് ചെയ്യാൻ പോകുകയാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് വരുമ്പോൾ ടോക്സിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം, കാരണം നമ്മുടെ സ്വന്തം യാഷിൻ്റെ KGF 2 ശേഷം ആദ്യമായിട്ടൊരു മൂവി വരാൻ പോവുകയാണ്. KGF 2 ശേഷം അദ്ദേഹം ഒരു മൂവിയിലും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവി പറയുന്നത് ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പോട് നിൽക്കുന്ന ഒരു മൂവി ആയിട്ടാണ് വരുന്നത്. ദുരന്തമൊക്കെ വരുമ്പോഴും ഈ കഴിഞ്ഞ പ്രാവശ്യം റിലീസ് ചെയ്തു, അതിപ്പോൾ തന്നെ വരുന്നു എന്നുകൊണ്ട് മാത്രം. അത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ റിലീസ് ചെയ്തു, അത്യാവശ്യം ഓക്കെ ഉള്ളൊരു മൂവി ആയതുകൊണ്ട്. പിന്നെ ഒരു ബോളിവുഡ് മൂവിയിൽ റീബോൺ കൂടിയായിരുന്നു. ബോളിവുഡ് മൂവി ഇങ്ങനെ അടപടലം പൊട്ടി നാറി, എന്താ പറയുക, ബോളിവുഡ് വെറും സൗത്ത് ഇന്ത്യൻ മൂവിയുടെ കോപ്പി എടുത്ത് ഇല്ലെങ്കിൽ റീമേക്ക് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നൊരു ഹിറ്റായിട്ടുള്ളൊരു മൂവിയാണ് ദുരന്തർ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമാണ് കാണാനൊക്കെ. റിയൽ സ്റ്റോറിയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആവുന്നത്. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. ഒരു 3.5 മണിക്കൂർ തോന്നുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോഴേക്ക് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാം. കാരണം ഒരുപാട് ലാഗൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഒരു എൻ്റർടൈൻമെൻ്റ് ആയി പോകും. കാരണം നമുക്ക് ഒരുപാടും നമ്മുടെ നാഷണലൈസ് ആയിട്ടുള്ള ഇമോഷനിലൊക്കെ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യും. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയണതൊക്കെ നമുക്കതൊക്കെ ഒരു സിനിമയെ കാണാൻ പറ്റി. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ ലോസ്, നഷ്ടം നമ്മുടെ രാജ്യത്ത് നഷ്ടമാണ്. ഓക്കെ, അതൊക്കെ നഷ്ടങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുരന്തർ എന്ന മൂവി. പക്ഷേ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ബോളിവുഡിൽ നിന്ന്. അത് നല്ലൊരു എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ ഭയങ്കര രസമായിരുന്നു കാണാൻ. പക്ഷേ ടോക്സിക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ടോക്സിക് എന്ന് പറഞ്ഞാൽ ഗീതു മോഹൻദാസ്, മലയാളത്തിൻ്റെ പ്രിയ നടിയും സംവിധായകയുമായിട്ടുള്ള ഗീതു മോഹൻദാസാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക, കമൻസുകളും ഒരുപാട് ട്രോളുകളും ഒരുപാട് ഗീതു മോഹൻദാസിൻ്റെ അജണ്ടയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ട്രോളുന്നു. പക്ഷേ അതൊന്നും ഇവിടെ ഒന്നുമല്ല. നമ്മുടെ ടോക്സിക് എന്ന് പറഞ്ഞാൽ യാഷ് എന്ന വ്യക്തിയുടെ ഡാറ്റ് ഈസ് ഹോം എന്ന് പറഞ്ഞ ഡയലോഗോട് തന്നെ എന്താ പറയുക, ഒരു കിടുക്കാച്ചി ഡയലോഗായി മാറി. ആ ഡാറ്റ് ഈസ് ഹോം പറഞ്ഞിട്ട് യാഷിൻ്റെ 2 തരത്തിലോ 3 തരത്തിലോ വേർഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ചൈൽഡായിട്ടും ഒന്ന് അച്ഛനായിട്ടൊക്കെ അങ്ങനെ. പക്ഷേ രണ്ടിൻ്റെയും ഒരു താടി പഠിച്ച ലുക്കൊക്കെ കണ്ടപ്പോൾ എൻ്റെ മോനക്കീട് വഹിക്കാൻ യാഷ് നമ്മൾ ആദ്യമായിട്ടാണ് ചിലപ്പോൾ താടി പഠിച്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിന് ഒരു സിനിമ പോലും ഞാൻ താടി പഠിച്ച മൂവി ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് കുറേ സിനിമയുണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്നാലും നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സുപരിചിതനായിട്ടുള്ളത് KGF 1 KGF 2 ആണ്. അതിലൊക്കെ താടി വെച്ച് നല്ല ഗംഭീരമായ ഒരു ആറ്റിറ്റ്യൂഡ് ലുക്കുള്ള യാഷിനെയാണ്. പക്ഷേ ഇവിടെ ഈ സിനിമയിൽ ടോക്സിക്കിൽ എന്ന് പറയുമ്പോൾ താടിയൊക്കെ അടിച്ചൊരു സുന്ദര കുട്ടപ്പനായി ഒരു ടെറർ ലുക്കിലേക്കാണ് വരുന്നത്. എന്നാൽ ഈ 2 മൂവിയുടെയും ഒരു ക്ലാഷ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യൻ മൂവിയുടെ ഒരു സുവർണ്ണ ചരിത്രമായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം യാഷ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ ആക്ടർ, രൺവീർ സിംഗ് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ആക്ടർ. നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ക്യാൻവാസ് ഉണ്ട്, കുറേ അധികം. കാരണം മറ്റുള്ള സൗത്ത് ഇന്ത്യൻ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നല്ല ക്യാൻവാസ് ഉണ്ട്. കാരണം ഹിന്ദിയാണല്ലോ, അപ്പോൾ അത് നല്ല കാര്യം. പക്ഷെ നമ്മുടെ യാഷ് എന്ന് പറയുന്നത് KGF എന്ന മൂവിയിലൂടെ ഉണ്ടാക്കിയ ഒരു ബിൽഡാണ്. കാരണം ഒരു വളക്കൂറില്ലാത്ത മണ്ണിക്കൊണ്ട് കൃഷി ഇറക്കി അത് വിജയം കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ യാഷിനെയും ഒരു തരത്തിലും എന്താ പറയുക, ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവിടെയും എന്താണോ ദുരന്തർ അതിൻ്റെ അതേ ഹൈപ്പിൽ അതേ രീതിയിലേക്ക് യാഷിൻ്റെ ഈ മൂവിയും അടപടലും ഉയർന്ന് നിറയുക, കൊടുമുടികൾ കടത്തി വെട്ടി വിജയം കരസ്ഥമാക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ 2 മൂവിയുടെയും ക്ലാഷ് എന്ന് പറഞ്ഞാൽ മാർച്ച് 19 മാർച്ച് 19 ചിലപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ബിഗ് ക്ലാഷ് ഉണ്ടാകുന്നൊരു മൂവിയായിട്ട് മാറാൻ പോവുകയാണ്. കാരണം 2 മൂവിയിലും ഭയങ്കരമായിട്ട് റണ്ണിങ് അവേഴ്സ് ഉണ്ട്. ഒന്നിന് തന്നെ ഇപ്പോൾ ടോക്സിക് ആണെങ്കിൽ 3 മണിക്കൂറും 15 മിനിറ്റ് എന്ന് പറയുന്നു. ദുരന്തരാണെങ്കിൽ 2 to 3 മണിക്കൂർ, 3 മണിക്കൂറും 45 മിനിറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂവി എന്താണ് ഇത്രയും വലിയ ലെങ്തി മൂവിയിൽ ഇവർ പറയാമോ? ചെറിയൊരു ലാഗ് വന്നാൽ പോലെ ഈ സിനിമയിൽ ആട്ടപടലം പൊട്ടും. കാരണം ഈ 2 സിനിമയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻ പറയുന്നത് ചിലപ്പോൾ ടോക്സിക്കിനേക്കാളും കുറവായിരിക്കും. ഹിന്ദി രാജ്യങ്ങളിലൊക്കെ, ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ടോക്സിക്കിനായിരിക്കും ഇമ്പോർട്ടൻസ് വരിക. പക്ഷേ എന്നാലും യാഷ് എന്ന് പറഞ്ഞൊരു വൻ മരത്തിന് ഒരുപാട് ഹൈപ്പുണ്ട്, ഒരുപാട് പോപ്പുലാരിറ്റി ഇപ്പം ഉണ്ട് ഇന്ത്യൻ സിനിമയിലും. അദ്ദേഹം 2 സിനിമ കൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ കീഴടക്കുമല്ല, ആ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹൈപ്പ് മാറിപ്പോയി. കാരണം KGF 1 KGF 2 പ്രശാന്തിയിലൂടെ ഉണ്ടായ ഒരു 2 അടിപൊളി സിനിമകളായിരുന്നു. അതിലൂടെ ഈ ഒരു യാഷ് എന്ന വ്യക്തിയുടെ ഗ്രാഫിന് ശരിക്കും മാറിപ്പോയി. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു സിനിമ ടോക്സിക് എന്ന് പറയുന്ന സിനിമ ഒരു കിടുക്കാച്ചി മൂവി ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ സിനിമയുടെ ക്രിയേറ്റീവും ആ സിനിമയുടെ ട്രെയിലറും അതിൻ്റെ സിനിമയുടെ ഓരോ ഷോർട്സ് പോലും കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്
എന്താ പറയുക കോരിത്തരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമുണ്ട് കാണാൻ. ടോക്സിക്കിൽ ചിലപ്പോൾ പറഞ്ഞ ഹൈ വോൾട്ടേജ് വയലൻസ് ഒക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അതിൽ ട്രെയിലറിൽ തന്നെ ഒരു രംഗത്തിലൊക്കെ തന്നെ ഈ മരമൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ മനുഷ്യരുടെ തലയൊക്കെ മുറിക്കുന്നൊക്കെ ഭയങ്കര ബ്ലഡ് ഓറിയൻറ്റേറ്റുള്ള മൂവി ആയിരിക്കും കുറച്ചുകൂടി പറ്റുന്നത്. കാരണം പക്ഷേ ദുരന്തം പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും. ദുരന്തം കുറച്ചുകൂടി നാഷണൽ ആയിട്ടുള്ള ഇമോഷണലായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള റിയൽ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്ത് പോകുമെന്നായിരിക്കും. അതിലേക്ക് ഒരു സിനിമാറ്റിക് ഒരു കണ്ടൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആ സിനിമ വരുന്നത്. പക്ഷേ അത് ആഡ് ചെയ്യുമ്പോൾ സമയത്ത് ഏച്ചുകൂട്ടലില്ലാതെ വളരെ സത്യസന്ധമായിട്ട് സിനിമ ദുരന്തം 1 പോലെ വരികയാണെങ്കിൽ ഈ സിനിമയും സൂപ്പറാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ടോക്സിക്കും ദുരന്തം 2 എങ്ങനെയാണ് ക്ലാഷ് ഔട്ട് ചെയ്തിട്ട് ഏതാണ് വിൻ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ നമ്മളെന്തായാലും നമുക്ക് ദുരന്തത്തെക്കാളും കുറച്ചൊരു പ്രിയം എന്നത് എനിക്കൊക്കെ പറയുമ്പോൾ യാഷിൻ്റെ മൂവിയാണ്. കാരണം യാഷ് എന്ന് പറയുന്നത് നമ്മുടെ പയ്യനല്ലേ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ പയ്യൻ എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൂവിയുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമായി തോന്നിയത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാഷിൻ്റെ ആ ഒരു വിജയം ഇല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം യാഷ് എന്ന ഒരു വൻമരം ഇന്ത്യൻ സിനിമയിലേക്ക് വീണ്ടും വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയുടെ ഹൈപ്പും അദ്ദേഹത്തിൻ്റെ ലുക്കും എല്ലാം തന്നെ കിടുകിടുക്കാച്ചിയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് പ്രയത്നിച്ചിട്ട് എന്തായാലും ഈ സിനിമയുടെ റിസൾട്ട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും. കാരണം ഒരു സൗത്ത് ഇന്ത്യയിലൊരു എന്താ പറയുക ഒരു വലിയൊരു ഫെസ്റ്റിവൽ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം യാഷിന് അത്രമാത്രം ഫാൻ ബേസ് ഉണ്ട്. യാഷിന് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം പറയുന്നത് ചിലപ്പോൾ ഒരു നമ്മൾ മുമ്പുണ്ടായതിനേക്കാൾ ഒരു ആഫ്റ്റർ KGF 1 ശേഷം KGF 2 ഉണ്ടായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ വലുതായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു പടമൊക്കെ നല്ല രീതിയിൽ ക്യാഷും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ രണ്ടും കൂടി ചേരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയില്ല. പക്ഷേ സൗത്ത് വേഴ്സസ് നോർത്തിലേക്ക് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സിനിമ എന്തായാലും സൗത്ത് ഇന്ത്യ പൊളിച്ചെടുക്കും. കാരണം യാഷ് എന്ന വ്യക്തിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാരണം നോർത്ത് ഇന്ത്യക്കാർ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഒന്നും അതിനെക്കുറിച്ച് വേറെ വല്ല റോങ് കമൻറ്റൊന്നും പറയാത്തത്. കാരണം അറിയത്തില്ല അവിടെ എന്താണ് യാഷിൻ്റെ പോപ്പുലാരിറ്റി നമുക്ക് അറിയത്തില്ല, പോയിട്ടില്ല, കണ്ടിട്ടില്ല. എന്തായാലും സൗത്ത് ഇന്ത്യ കലക്കും മറിക്കും യാഷിൻ്റെ ഈ ഒരു വരവോട് കൂടി ഡാഡീസ് ഹോം എന്ന് പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഇടിപൊളി ഡയലോഗ് തന്നെയാണ്. പക്ഷേ എന്തായാലും ഒരു ഹോളിവുഡ് റേഞ്ചിലേക്ക് ഈ സിനിമ മാറിയിട്ടുണ്ടോ കാര്യത്തിൽ ആരും സംശയമില്ല. കാരണം അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആണെങ്കിലും അതിൻ്റെ ഒരു സ്ക്രീൻ കളർ ടോൺ ആണെങ്കിലും അതിൻ്റെ ഒരു വേഷവിധാനമായാലും എല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഓരോ വ്യൂസിലും ഓരോ ട്രെയിലും ഞാൻ അതിൻ്റെ ഒരു ട്രെയിലും ഇരുന്നും കിടന്ന് 3-4 ലക്ഷം കണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് അത് അതിൽ അവസാനം യാഷെന്ന താടി പഠിച്ച് വരുന്ന സീനൊക്കെ ആയപ്പോൾ കീടുകാച്ചി. അപ്പോൾ എന്തായാലും സിനിമയുടെ ഈ രംഗങ്ങളൊക്കെ നമ്മൾ കോരി തൽപ്പിയിട്ട് മാർച്ച് വരുന്നത് കിടുപിടി മാർച്ചാണ്. കാരണം മാർച്ച് വളരെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു മന്തും കൂടിയാണ് എല്ലാവർക്കും. എനിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ എന്തായാലും മാർച്ച് പന്തുകൾ പൊളിച്ചെടുക്കട്ടെ എല്ലാവരും. കാരണം മാർച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി അടുത്ത വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെക്കേഷൻ ദിവസങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോഴേക്കും ഇനി വെക്കേഷനുകളൊക്കെ തുടക്കം കൂടാൻ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇനി വിഷു ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഓരോ സിനിമകൾ മലയാളത്തിൽ ഇനി ഓരോരോ സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം അതിലേക്ക് ദുരന്തോറായാലും നമ്മൾ ടോക്സിക്കായാലും വരുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെയും അതിൻ്റെ ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരട്ടെ, സിനിമകളൊക്കെ കാണാനുള്ള എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കും, എല്ലാം കാണും. അതോടൊപ്പം തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ടോക്സിക് വേഴ്സസ് ദുരന്തർ 2 എന്താവും നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും രണ്ട് സിനിമയ്ക്ക് നേർന്നു കൊള്ളുന്നു. ഓക്കെ ഗൈസ്, ബൈ, സീ യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.